ഓക്കെ, ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ. ഇതെന്തിനാണെന്നുള്ളത് വെച്ചാൽ നമുക്കറിയാം, റെസിസ്റ്റേഴ്സ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നിങ്ങൾ നോക്കാറുണ്ടല്ലോ. ഇപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് നിങ്ങൾ +1 +2 R1 + R2 അങ്ങനെയല്ല ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലായിട്ട് വരുവാണെങ്കിൽ എങ്ങനെയാണ് പഠിച്ചേക്കുന്നത്? ഇത് R1 ഇത് R2 ആണെങ്കിൽ 1/R equivalent ഈക്വൽ ടു 1/R1 + 1/R2 ഇങ്ങനെയല്ലേ പഠിച്ചിരുന്നത്. അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷൻ വെച്ച് നിങ്ങൾക്ക് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പം പക്ഷേ എല്ലാ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഒരു കോമ്പിനേഷൻ വരുന്നേരം നമുക്ക് അത് സീരീസ് ആണോ പാരലൽ എന്ന് നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നേരമാണ് ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അത് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരാണ് നമ്മൾ ഡെൽറ്റ ടു സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. ഓക്കെ, ആ പാറ്റേൺ ഡെൽറ്റ വരുന്നതിന് എന്താണ്? റെസിസ്റ്റൻസസ് മൊത്തം ക്ലോസ്ഡ് ആയിരിക്കും. സ്റ്റാർ ആണെങ്കിൽ ഓപ്പൺ അപ്പ് ആയി വൈ ഷേപ്പിലായിരിക്കും വരുന്ന ഒരു കോമൺ മീറ്റിംഗ് പോയിന്റിൽ. കാരണം ഇപ്പം ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഇതും ഒരു റെസിസ്റ്റർ, ഇതൊരു റെസിസ്റ്റർ, ഇത് വരണം മീറ്റിംഗ് പോയിന്റ് ഇന്ന് എടുക്കത്തെ. അതിനിപ്പം ഒന്നെങ്കിൽ ഡെൽറ്റ ടു സ്റ്റാർ എന്ന് പറയാം, അല്ലെ ഡെൽറ്റ ടു വൈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇനി ഇതാണ് ഇതിപ്പോൾ ആദ്യത്തേത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോർമേഷനാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഡെൽറ്റ കോമ്പിനേഷൻ അല്ലേ, RCA RAB RCA. കോമൺ ആയിട്ട് എന്തെങ്കിലും മീറ്റിംഗ് പോയിന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു ഡെൽറ്റ, ഇതിനെ സ്റ്റാർ ആക്കും. അപ്പോൾ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിനെ നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ അപ്പ് ചെയ്യുക. RA RB RB RC എന്നായിട്ട് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്ക് നിങ്ങളുടെ RA RAB RBC RCA ഇത് ഓപ്പൺ അപ്പ് ചെയ്ത് RA RB RC എന്നാണ്. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ഫോർമുല മാത്രമേ ഉള്ളൂ. അപ്പം ഇതിലെ സ്റ്റാർ ഈ മേളത്തെ ഈ RA എന്ന് പറഞ്ഞ എന്താണ് സംഭവം? അത് ക്ലോസ്ഡ് RCAയും RABയും കൂടെ ഓപ്പൺ അപ്പ് ചെയ്യുന്നതല്ലേ. RCAയും RABയും ഉള്ള ക്ലോസ്ഡ് നെറ്റ്വർക്ക് ഓപ്പൺ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുന്നതല്ലേ. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ എളുപ്പം എന്താണ്? ഇൻറ്റു അല്ലേ. അപ്പോൾ അതിൻ്റെ ഫോർമുല വരുന്നേരം RA എന്ന് പറഞ്ഞാൽ RCA ഇൻറ്റു RAB ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ദ റെസിസ്റ്റേഴ്സ്. സിമിലർലി RB എന്ന് പറയുന്നേരം ഏതൊക്കെ രണ്ട് റെസിസ്റ്റർ സ്പ്ലിറ്റ് ചെയ്യുന്നേരം? RABയും RBC. അപ്പം വരുന്നേരം എന്താ? RB ഈക്വൽ ടു RAB ഇൻറ്റു RBC ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ റെസിസ്റ്റേഴ്സ്. സിമിലർലി RC വരുന്നേരം RCA ഇൻറ്റു RBC ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ റെസിസ്റ്റേഴ്സ്. ഓക്കെ, ഇത് വെച്ച് ഒരു പ്രോബ്ലം നോക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്സിനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാറുള്ള ഒരു ഡെൽറ്റയാണ്. അതിൻ്റെ വാല്യൂസ് റെസിസ്റ്റേഴ്സ് ഈ RA RB RC അങ്ങനെ ഒന്നും തരത്തില്ല. ഞാനിപ്പോൾ ഒന്ന് നിങ്ങൾക്ക് മറ്റേ ഫോർമുല വെച്ച് ഫെമിലിയറൈസ് ചെയ്യാൻ അതേപോലെ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഫോർമുല 2 3 1 ആണ് ഡെൽറ്റ ഫോർമേഷൻ. ഇപ്പോൾ സ്റ്റാറിൽ നിന്ന് തന്നെ ഓപ്പൺ അപ്പ് ചെയ്യുക. ഓപ്പൺ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്റ് ആണല്ലോ. അപ്പം ഈ RABയും RCAയുടെ ഇടയ്ക്കത്തെ ഈ റെസിസ്റ്റർ RA എന്ന് ഞാൻ ലേബിൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എങ്ങനെയായിരിക്കും വരിക? 2 × 1 ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ദ റെസിസ്റ്റേഴ്സ്. അതാണ് ഇത് വന്നത്. ഇനി ഇവിടുത്തെ 2ഉം 3യുടെ ഇടയ്ക്കുള്ള റെസിസ്റ്റർ ഇപ്പോൾ RB എന്ന് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ, നെയിം ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി 2 × 3 ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ resistors. Similarly,
RC എന്നാണ് നടക്കുന്നത് 1ഉം 3യുടെ ഇടയ്ക്കാണെങ്കിൽ 1 × 3 ഡിവൈഡ് ബൈ സം ഓഫ് ഓൾ റെസിസ്റ്റർ. ആ ഫോർമേഷൻ വരുന്നേരം ഇങ്ങനെ വരും. നിങ്ങൾ റീഡ്രോ ചെയ്യുന്നേരം ഓർക്കുക, ആ കറക്റ്റ് നിങ്ങൾ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഇപ്പം ഈ 6 എന്ന് പറഞ്ഞ് 2ഉം 1നും ഒക്കെ അക്രോസ് ഉള്ളത് വാല്യൂ എന്താ 1/3. ആ പൊസിഷനിൽ തന്നെ വേണം എഴുതാൻ, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. നിങ്ങൾ ഇത് എഴുതിയ പോലും ഇത് തെറ്റും, മാറി നിങ്ങൾ ലേബിൾ ചെയ്തതും പടം റീഡ്രോ ചെയ്ത് വരയ്ക്കുന്നതും തമ്മിൽ തെറ്റരുത്. 2ഉം 3ക്കും അക്രോസ് ഉള്ള RB ആണെങ്കിൽ എന്തായിരിക്കും, ആ ഒരു പൊസിഷന് ഇടയ്ക്കുള്ള RB 1 അതായിരിക്കണം ഇവിടെ വെക്കുക. ക്ലിയർ ആയോ?